ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ പുതിയ വീഡിയോയിൽ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനും പിന്നെ മെയിൻലി ഇത് നമ്മുടെ JENT എക്സാംസിനെ ബേസ് ചെയ്താണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. അതായത് ഒരു ഫങ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവുന്നതിൻ്റെ കണ്ടീഷനാണ് continuity at a point. Okay, a function is said to be continuous at some x equal to a. ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ മെയിൻലി രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കണം. അതായത് നമ്മുടെ ഫങ്ഷൻ്റെ ലിമിറ്റ് നമ്മൾ ഏത് പോയിന്റിലാണോ കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്, ആ പോയിന്റിൽ ഫങ്ഷൻ്റെ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അത് എക്സിസ്റ്റ് ആയിരിക്കണം. എക്സിസ്റ്റ് മീൻസ് ഒരു ഫങ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫങ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് എഴുതിയിരിക്കുന്നത്. ലിമിറ്റ് വാല്യൂ മീൻസ് ലെഫ്റ്റ് ഹാൻഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ആയിരിക്കണം. അതേ കണക്കിന് ആ ലിമിറ്റ് വാല്യൂ ആ പോയിൻറ്റിൻ്റെ എഫ് ഓഫ് എക്ക് ഈക്വലും ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ഫങ്ഷൻ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് നമുക്കിപ്പോൾ കണ്ടിന്യൂറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് നോക്കേണ്ട ഡിസ്കണ്ടിന്യൂറ്റിയാണ്. വാട്ട് യു മീൻ ഡിസ്കണ്ടിന്യൂസ് ഓഫ് എ ഫങ്ഷൻ? ഒരു ഫങ്ഷൻ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാതെ വരണം. ഒന്നുകിൽ ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് അല്ലാതെ വരാം. ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് അല്ല മീൻസ് എന്താ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരിക്കും. അല്ലാതെ രണ്ടാമത്തെ കേസ് എന്ന് പറയാം, ലിമിറ്റ് എക്സിസ്റ്റ് ആയിരിക്കും, അത് എഫ് ഓഫ് എക്ക് ഈക്വൽ അല്ലാതെ വരാം. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫങ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് സം എക്സ് ഈക്വൽ ടു എ. ഓക്കെ, ഒരു ഫങ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. അതായത് എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ, കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമുക്ക് ആ ഫങ്ഷൻ എന്തെന്ന് പറയാം? ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എന്ന് പറയാം. എൻ്റെ റീസൺസ് എന്ന് പറയുന്നത് നോക്കാം. ഡിസ്കണ്ടിന്യൂറ്റിയുടെ റീസൺസ് ആണ്. ഫസ്റ്റ്, നമ്മുടെ ലിമിറ്റ് വാല്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ റീസൺ ലിമിറ്റ് എക്സിസ്റ്റ് ആയിരിക്കും, പക്ഷേ അത് എഫ് ഓഫ് എക്ക് ഈക്വൽ അല്ലാതെ വരാം. ഈ രണ്ട് റീസണിൽ ഏത് വന്നാലും അത് നമുക്ക് എന്ത് പറയാം? ദ ഫങ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ 12th ക്ലാസ്സിൽ CBSEക്കും സ്റ്റേറ്റ് സിലബസിനും ഇല്ല. ഇത് NDAയുടെയും JEEയുടെയും ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, നമ്മൾ ജസ്റ്റ് എന്താണ് ഡിസ്കണ്ടിന്യൂസ് ആണോ കണ്ടിന്യൂസ് ആണോ എന്ന് മാത്രമേ 12th ലെവലിൽ നമുക്കുള്ളൂ. പക്ഷേ NDA JEE എക്സാംസിന് നമുക്ക് ഏത് ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി ആണെന്നും ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് മെയിനായിട്ട് 2 ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഡിസ്കണ്ടിന്യൂറ്റി മീൻസ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ്. എന്താണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് കണ്ടീഷനാണ് ഡിസ്കണ്ടിന്യൂറ്റിയുടെ കേസ് പറഞ്ഞത്. ഫസ്റ്റ്, ലിമിറ്റ് വാല്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ള കേസ്. സെക്കൻഡ്, ലിമിറ്റ് എക്സിസ്റ്റ് ആണ്, പക്ഷെ അത് എഫ് ഓഫ് എക്ക് ഈക്വൽ അല്ലാതെ വരുന്നത്. അതിൽ ആ സെക്കൻഡ് കണ്ടീഷൻസ് വരുന്നതിനെയാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതായത് ലിമിറ്റ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ആയിരിക്കും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കണം. അത് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ, നമ്മൾ റീസൺ എഴുതിയതിൻ്റെ സെക്കൻഡ് കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷനാണ്. ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം? റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, ഒരു ഫങ്ഷൻ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പറയണമെങ്കിൽ ദാറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ. അത് എഫ് ഓഫ് എക്ക് ഈക്വൽ അല്ലാതെ വരിക. ആ ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റിയാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ടൈപ്പാണ് നോൺ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. നോൺ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി തന്നെ രണ്ട് ടൈപ്പായിട്ടുണ്ട്. റിമൂവബിളും ഉണ്ട്, നോൺ റിമൂവബിളും ഉണ്ട്. നോൺ റിമൂവബിൾ മെയിൻലി 2 ടൈപ്സ് ആണ്: ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. അതേ കണക്ക് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡിൻ്റെ വേറൊരു പേരാണ് ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി എന്നും പറയാറുണ്ട്. നമുക്ക് ആ കണ്ടീഷൻ മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. അതായത് ഈ ഒരു കേസിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ എക്സിസ്റ്റ് ആയിരിക്കും, ബട്ട് ദേ ആർ നോട്ട് ഈക്വൽ. അതായത് ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡഡ് ലിമിറ്റ് ആണ്.
രണ്ടും എക്സ് നമുക്ക് ആ രണ്ടിൻ്റെ ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിലും ആ രണ്ട് ലിമിറ്റും ഈക്വൽ അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടൈപ്പ് എന്ന് പറയാം? ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്, ദാറ്റ് ഈസ് ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. ഇതിൻ്റെ വേറൊരു നെയിമാണ് എസെൻഷ്യൽ ഡിസ്കണ്ടിന്യൂറ്റി എന്നും പറയാറുണ്ട്. എസെൻഷ്യൽ ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് ടൈപ്പ് മീൻസ് ഇഫ് ഐദർ ഓർ ബോത്ത് RHL ആൻഡ് LHL ഡു നോട്ട് എക്സിസ്റ്റ്. അതായത് ഒന്നുകിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ആവാത്ത കേസ്, ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിഫൈൻഡ്, ഇത് നോൺ ഡിഫൈൻഡ് ആയിട്ടുള്ള കേസ് വരുന്ന കേസാണ്. അത് ഒന്നുകിൽ RHL അല്ലെങ്കിൽ LHL ഓർ ബോത്ത്, രണ്ടും അൺഡിഫൈൻഡ് ആയിട്ട് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും അൺഡിഫൈൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം? എസെൻഷ്യൽ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. f(x) മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. x² + 2 ഇഫ് x ലെസ് ദാൻ 0 ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 1 f(x) 3 ആണ്. ആൻഡ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 f(x) 3 × e⁻x - 2 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചെക്ക് ഇറ്റ്സ് കണ്ടിന്യൂറ്റി അറ്റ് x = 0 ആൻഡ് x = 1. x = 0യിലും x = 1ലും ഇത് കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ അതിൻ്റെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ x = 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് x → 0 f(x)ൻ്റെ വാല്യൂ f(0)ക്ക് ഈക്വലായിട്ട് വരണം. അപ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് x = 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലിമിറ്റ് വാല്യൂവിൻ്റെ കേസ് കണ്ടുപിടിക്കാൻ പറയും. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റുമാണ്. അതായത് RHLൻ്റെ വാല്യൂയും കണ്ടുപിടിക്കണം, LHLൻ്റെ വാല്യൂയും കണ്ടുപിടിക്കാം. ഇനി RHL എന്ന് പറഞ്ഞാൽ എന്താണ്? RHL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 റൈറ്റ് സൈഡിലോട്ടുള്ള ഫങ്ഷൻസാണ് എടുക്കേണ്ടത്. നമ്മളത് സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ലിമിറ്റ് x → 0 + f(x) എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി 0+ മീൻസ് 0 റൈറ്റ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 വരണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ ഗ്രേറ്റർ ദാൻ 0 വരുന്ന കണ്ടീഷൻ എവിടെ നോക്കുക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x മീൻസ് x ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഒരു കോൺസ്റ്റൻറ്റിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് തന്നെ കിട്ടും? അതേ വാല്യൂ, ആ കോൺസ്റ്റൻറ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ RHLൻ്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് എടുക്കാം? 3 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി അടുത്ത LHL ആണ്. LHL മീൻസ് നമ്മൾ അപ്ലൈ ചെയ്യപ്പോഴും ലിമിറ്റ് x → 0 - f(x) എന്നാണ് എടുക്കുന്നത്. 0 - മീൻസ് എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട്, ദാറ്റ് ഈസ് x ലെസ് ദാൻ 0. x ലെസ് ദാൻ 0 വരപ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x² + 2 ആണ്. അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ലിമിറ്റ് x → 0 മൈനസ് x ലെസ് ദാൻ 0, അപ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ x² + 2 ആണ്. ഇനി വേറെ ഒന്നുമല്ല, നമ്മൾ ഡയറക്റ്റായിട്ട് എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുക്കും. 0 കൊടുക്കുമ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുന്നത്? 2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ RHLും LHLും എക്സിസ്റ്റ് ആണ്, പക്ഷേ അത് രണ്ടും ഈക്വൽ അല്ല. RHL ഈസ് നോട്ട് ഈക്വൽ ടു LHL ആണ്. അപ്പോൾ ഇതെന്താണ്? ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് എന്ന് പറയാം. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത x = 1നെ ചെക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത് നമ്മൾ x = 1ൻ്റെ കേസാണ് എടുക്കുന്നത്. അപ്പം x = 1ലും ഫസ്റ്റ് RHLും LHLും എടുക്കുന്നു. അപ്പം നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട ആ ഫംഗ്ഷനിൽ LHL മീൻ x ലെസ് ദാൻ 1 എന്നുള്ള കേസാണ്. അപ്പോൾ x ലെസ് ദാൻ 1 വരുന്ന കണ്ടീഷൻ ദാ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ x ലെസ് ദാൻ 1ലാണ് LHL വരുന്നത്. അപ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് 3 ആണ്. അടുത്ത x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൽ നമ്മുടെ ഫംഗ്ഷൻ 3 × e⁻x - 2 ആണ്. ഇനി നമ്മൾ ഈ രണ്ട് ഫംഗ്ഷൻസും എടുത്തിട്ട് അതിൽ നമ്മൾ x = 1 എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യപ്പോൾ ഫസ്റ്റ് RHLൻ്റെ കേസ് x → 1+, അപ്പോൾ അവിടെ നമ്മുടെ ഫംഗ്ഷൻ 3 × e⁻x - 2 ആണ്. ഇത് വേറെ ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് 3e - 2 കിട്ടും. അടുത്ത് LHL കണ്ടുപിടിക്കുക. നേരത്തെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിരുന്നു, കോൺസ്റ്റൻ്റ് ലിമിറ്റ് അതേ വാല്യൂ തന്നെ വരും. അപ്പോൾ ഇവിടെയും നമുക്ക് RHL ഈസ് നോട്ട് ഈക്വൽ ടു LHL ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ RHLും LHLും ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഷുഡ് ബി ഡിസ്കണ്ടിന്യൂസ് അറ്റ് x = 1. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്.
നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത് ചെക്ക് ഇറ്റ്സ് കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 2. 1ലും 2ലും കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ദെൻ ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. നമ്മൾ 2 ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി പഠിച്ചിട്ടുണ്ട്, അതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 1ൽ ചെക്ക് ചെയ്യണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 1ൽ ചെക്ക് ചെയ്യാൻ പറയുമ്പോഴും വീണ്ടും എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെക്ക് ചെയ്യണം. അപ്പം എക്സ് ലെസ് ദാൻ 1 ആണ് നമ്മൾ ഫംഗ്ഷനാണ് ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റിൽ അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് ഇതിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ അവിടെ നമുക്ക് എക്സ് മൈനസ് 1 അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1ൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ടാൻ പൈ എക്സ് ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തപ്പോൾ ടാൻ പൈ ബൈ 2 കിട്ടി. ടാൻ പൈ ബൈ 2 ടാൻ 90 ഈസ് നോട്ട് ഡിഫൈൻഡ് ആണ്, അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ എൽ എച്ചിൽ എന്തായിട്ടാണ് കിട്ടിയത്? അൺഡിഫൈൻഡ് ആയിട്ടാണ് കിട്ടിയത്. ആർ എച്ച് എൽ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ ആൻസർ 0 കിട്ടി. അപ്പോൾ എന്തായാലും എൽ എച്ച് എൽ എന്ന് പറയുന്ന ലിമിറ്റ് എക്സിസ്റ്റേ അല്ല. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് ഈസ് നോട്ട് കണ്ടിന്യൂസ് എന്ന് പറയാം. കണ്ടിന്യൂസ് അല്ലെങ്കിൽ പിന്നെ അത് ഏത് ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യണം. കണ്ടിന്യൂസ് അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആണ്. ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ഏതാണ് ടൈപ്പ് എന്ന് നോക്കണം. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എസെൻഷ്യൽ നമ്മൾ നോൺ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റിയിൽ സെക്കൻഡ് ടൈപ്പ് ഉണ്ട്. സെക്കൻഡ് ടൈപ്പിൽ നമ്മൾ പറയുന്നത് അതായത് ഇപ്പം either LHL or RHL is not defined then it should be essential discontinuity ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് LHL എന്ന് പറയുന്നത് ഡിഫൈൻഡ് അല്ല. ടാൻ പൈ ബൈ 2 എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയാണ്? എസെൻഷ്യൽ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണോ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെയും നമ്മൾ 2 സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എക്സ് ലെസ് ദാൻ 2 മീൻസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് 2 കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എക്സ് മൈനസ് 1 കൊടുക്കുക. അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെ റൈറ്റിലോട്ടുള്ള ഫംഗ്ഷൻസ് മീൻസ് നമ്മുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അപ്ലൈ ചെയ്യപ്പോഴും നമ്മൾ എന്താ അപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷൻ? 1/2 മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ എക്സ് മൈനസ് 1ൽ ഡയറക്റ്റ് ആയിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കാം. 2 മൈനസ് 1 ആയിട്ട് കിട്ടി. അടുത്ത കേസ് ആർ എച്ച് എല്ലിൽ 1/2 മൈനസ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ 2 അപ്ലൈ ചെയ്യുമ്പോൾ 1/0 എന്നാണ് പറയുന്നത്. 1/0 ഈസ് ഓൾസോ അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആർ എച്ച് എൽ ആണ് നമുക്ക് എന്താണ് ഡിഫൈൻഡ് അല്ലാതെ വന്നത്. ഏതെങ്കിലും ഒന്നെങ്കിലും ഡിഫൈൻഡ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റിയാണ്? എസെൻഷ്യൽ ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് കണ്ടിന്യൂറ്റി ഇൻ ആൻ ഇൻ്റർവെൽ. നമ്മളിപ്പോൾ നോക്കിയത് ഒരു സിംഗിൾ പോയിന്റിൽ കണ്ടിന്യൂസ് ആവുന്ന കേസാണ്. ഒരു ഇൻ്റർവെൽ 2 ടൈപ്പാണ് നമുക്ക് ഉള്ളത്. മെയിനായിട്ട് ഓപ്പൺ ഇൻ്റർവെൽ വരും, ക്ലോസ്ഡ് ഇൻ്റർവെലും ഉണ്ട്. ഓപ്പൺ ഇൻ്റർവെൽ മീൻസ് നമ്മൾ ജനറലായിട്ട് ഇപ്പോൾ സപ്പോസ് AB എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ആ ഇൻ്റർവെലിൻ്റെ അകത്തുള്ള എൻഡ് പോയിൻറ്റ്സ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിരിക്കത്തില്ല. എയും ബിയും ഒഴിച്ച് ബാക്കി അതിൻ്റെ അകത്ത് വരുന്ന ഓരോ പോയിൻറ്റ്സിലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഒരു ഇൻ്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ആ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ ആയിരിക്കും. ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെല്ലിനകത്ത് അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി അടുത്ത ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ കേസാണ്. ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ കേസ് എടുക്കുമ്പോൾ എൻഡ് പോയിൻറ്റ്സും കൂടി ഇൻക്ലൂഡിങ് ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് പറയുമ്പം ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ അത് നമ്മുടെ ഓപ്പൺ ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ഓപ്പൺ ഇൻ്റർ മീൻസ് അതിൻ്റെ അകത്തുള്ള ഓരോ പോയിൻറ്റ്സിനകത്ത് അത് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇനി അടുത്തത് നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a പ്ലസ് എഫ് ഓഫ് എക്സ്. അതായത് നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവെൽ AB എന്ന് പറയുമ്പം Aയുടെ റൈറ്റിലോട്ടും Bയുടെ ലെഫ്റ്റിലോട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ റൈറ്റ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a പ്ലസ് എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്ക് ഇക്വലൻ്റ് ആയിട്ട് വരണം. അടുത്ത ലെഫ്റ്റ് കണ്ടിന്യൂസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു B മൈനസ് എടുക്കുക. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തിന് ഈക്വലൻ്റ് ആയിരിക്കണം? എഫ് ഓഫ് ബിക്ക് ഈക്വലൻ്റ് ആയിരിക്കണം. അതായത് ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് ബിക്കും റൈറ്റ് ഹാൻഡഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്കും ഈക്വലൻ്റ് ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മളിത് പറയണത് ഇത് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് റിയൽ നമ്പർ. റിയൽ നമ്പേഴ്സിൽ ഏതൊരു എക്സ് എടുത്താലും അവരുടെ കണ്ടിന്യൂസ് ആണ്. ഓൾസോ ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് A ആണ്.
അപ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ റിയൽ ഫംഗ്ഷനിലും കണ്ടിന്യൂസ് ആണെങ്കിലും തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 1-2 പോയിൻറ്റ്സ് വെച്ചിട്ടായിരിക്കും അത് സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ലെസ് ദാൻ 3യും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുള്ള രീതിയിൽ എടുക്കാം. ഏത് പോയിൻ്റാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നത് ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് എടുക്കുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും എടുക്കും. ഇത് ഓൾറെഡി കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. അപ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തപ്പോഴും നമ്മൾ എക്സ് ലെസ് ദാൻ 3 എന്നുള്ള കണ്ടീഷനിൽ കൊടുക്കുക. ഡയറക്റ്റായിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് 3 കൊടുത്ത് സോൾവ് ചെയ്യുമ്പം 8 കിട്ടും. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്യുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷനിൽ കൊടുത്ത് അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കൊടുക്കുമ്പം 6a കിട്ടും. ഇനി എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വൽ ടു വന്നിട്ടുള്ളതുകൊണ്ട് എക്സ് ഈക്വൽ ടു 3 വരുന്ന കണ്ടീഷനും ഇത് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടും? 6a എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എഫ് ഓഫ് എയും എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ തൽക്കാലം ഇത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ എന്നുള്ള കൺസെപ്റ്റ് എടുത്തിട്ട് എന്തെടുത്ത് 8 ഈക്വൽ ടു 6a അവിടുന്ന് സോൾവ് ചെയ്യുക. എയുടെ വാല്യൂ 4/3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഫോർ JEE. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് എക്സ് 0 എന്ന് പറഞ്ഞ പോയിൻ്റ് വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ അത് പറയുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഇറൈസ്ഡ് ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മളിതൊരു നമ്പർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ 0 ഒരു റൈറ്റ് സൈഡിലോട്ട് പോകുമ്പം നമുക്കിവിടെ കിട്ടുന്നത് +∞ 0 ഒരു ലെഫ്റ്റിലോട്ട് പോകുമ്പം -∞ കിട്ടുന്നത്. ഇനി നമ്മുടെ e⁻x അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് പോകുമ്പോൾ e∞ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് മാറും. ഇനി ലെഫ്റ്റിലോട്ട് പോകുമ്പം e⁻∞ എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്? 0 പോകുന്നത്. അതായത് e∞ വാല്യൂ ഇൻഫിനിറ്റീവും e⁻∞ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം കണ്ടിന്യൂസ് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. നമുക്കിവിടെ വേണ്ടത് ഏതൊക്കെ പോയിൻ്റാണ്? 0 എന്ന് പറയുന്ന പോയിന്റിലാണ് കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0+ മീൻസ് നമ്മുടെ റൈറ്റ് ഹാൻഡഡ് ലിമിറ്റ് എടുത്ത് അപ്പം നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്ത് സോൾവ് ചെയ്ത് ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി, കാരണം നമുക്ക് e∞ വാല്യൂ ആണ് ഇൻഫിനിറ്റിയും e⁻∞ 0 ആണെന്നറിയാം. പക്ഷേ ഇവിടെ കിടക്കുന്നതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ e⁻1/x കോമൺ ആയിട്ട് അങ്ങ് എടുക്കുക. e⁻1/x കോമൺ ആയിട്ട് എടുക്കുമ്പം ബാക്കി സോൾവ് ചെയ്യുമ്പം 1 - 1/e⁻1/x 1 + e⁻1/x. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യപ്പോൾ നമ്മളിവിടെ കിട്ടുന്ന നോക്കി. ഞാനിവിടെ നേരത്തെ 0 കേസ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് x → 0 ആവുന്ന കേസിലാണ് നമ്മൾ ഇത് പറഞ്ഞത് റിസൾട്ട്. പക്ഷേ ഇവിടെ നമുക്ക് കിടക്കുന്നതിൽ e⁻1/x കിടക്കുന്നത്. അപ്പം എക്സിൻ്റെ വാല്യൂ നമ്മൾ 0 പോകുമ്പോൾ 1/0 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആണ് നമ്മൾ പറയുന്നത്, ഇൻഫിനിറ്റിയിലുണ്ടെന്നാണ് പറയുന്നത്. അതായത് കണക്ക് എക്സ് ഇൻഫിനിറ്റിയിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x എന്തിലോട്ടാണ് പോകുന്നത്? ദാറ്റ് ഈസ് 1/∞ ടെൻസ് ടു 0 ആണ്. ഈ ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പം നമ്മളിവിടെ ഇനി അടുത്ത എക്സ് 0+ പോകുമ്പോൾ 1/e⁻1/0 അതായത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പം അതെന്തായിട്ട് മാറും? ഇത് ഇൻഫിനിറ്റി ആവും. e⁻∞ മീൻസ് വീണ്ടും അഗെയിൻ ഇൻഫിനിറ്റീവാണ്. 1/∞ വാല്യൂ എങ്ങോട്ടാണ് പോകുന്നത്? 0 പോകുന്നത്. അപ്പോൾ 1/∞ 0 ആയി മാറും. അപ്പോൾ ഇവിടെ നമുക്ക് 1/∞ എന്നുള്ള കൺസെപ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹോൾ വാല്യൂവിൻ്റെത് 0 ആയിട്ട് കിട്ടും. അപ്പോൾ 1 - 0. ഇതേ രീതിയിൽ ഇത് 1 + 0 എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് 1/1 1 ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ വാല്യൂ 1 ആണ്. ഇതേ രീതിയിൽ നമ്മൾ
നമ്മൾ ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 - ആണ്. അപ്പോൾ നമ്മൾ 0 - 0 എന്ന് പറയപ്പോൾ എന്താ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നമുക്കറിയാമെന്നുള്ളത് e⁻∞ വാല്യൂ 0 ആണ്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 0 കൊടുക്കുന്നത്. അപ്പോൾ 0 എന്ന് പറയുമ്പോൾ 1/0 - പോകുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നമുക്കതിനെ എന്തായിട്ട് മാറ്റാം? -∞. അപ്പോൾ 1/0 സാധാരണ രീതിയിൽ ഇൻഫിനിറ്റീവാണ്. പക്ഷേ ഇത് എക്സ്റ്റെൻസ് ടു -0 ആയതുകൊണ്ട് e⁻∞ എന്നുള്ള ഫോമാണ് ഇവിടെ കിട്ടുന്നത്. e⁻∞ വാല്യൂ ഓൾറെഡി എന്താണ്? e⁻∞ വാല്യൂ 0 ടെൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൽ നമ്മൾ എക്സ്റ്റെൻസ് 0 - കൊടുക്കുമ്പം 1/0 എന്ന് പറഞ്ഞാൽ -∞ കിട്ടും. e⁻∞ വാല്യൂ വീണ്ടും എന്താ? 0. അപ്പോൾ 0 - 1 എന്നും ഇവിടെ 0 + 1 എന്നും കിട്ടും. ദാറ്റ് ഈസ് 0 - 1 മീൻസ് -1 ആണ് നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റ് എന്ന് പറയുന്നത് -1ഉം റൈറ്റ് ഹാൻഡഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 1ഉം ആണ് കിട്ടുന്നത്. ഇനി f(0) എന്ന് പറയുന്നത് എന്താണ്? x = 0 ആവുന്ന കേസിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് f(0) എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ലെഫ്റ്റ് ഹാൻഡഡ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡഡ്, ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു f(0). അപ്പോൾ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x = 0 എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടീഷനൊന്ന് പറഞ്ഞിരിക്കുകയാണ്. ദ വാല്യൂ ഓഫ് e⁻1/x ഈസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. x ടെൻസ് ടു 0+. പോകുമ്പം e⁻1/xൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. ഇൻഫിനിറ്റി. ഓക്കെ, അതേ കണക്ക് അപ്പോൾ e⁻1/x ഇൻഫിനിറ്റീവ് ആണെങ്കിൽ 1/e⁻1/x എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യും? 0. ഇനി അതേ രീതിയിൽ വാല്യൂ ഓഫ് e⁻1/x ടെൻസ് ടു 0 ആസ് x ടെൻസ് ടു 0-. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എൻഡ് ചെയ്തത് ദ ഫംഗ്ഷൻ f(x) ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 3x - 1 the whole square whole divided by sin x into log 1 + x where x not equal to 0 is continuous at x = 0 ആണ്. then find the value of f(0). f(0) ഒരു വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിത് കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുള്ളതുകൊണ്ട് f(0) എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ്? ഇതിൻ്റെ ലിമിറ്റ് വാല്യൂവിന് ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഐഡിയയാണ് വേണ്ടത്. നമുക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് അറ്റ് x = 0 ആയതുകൊണ്ട് ലിമിറ്റ് അറ്റ് x ടെൻസ് ടു 0 ഈസ് ഈക്വൽ ടു f(0) ആണ്. അപ്പോൾ അത് വെച്ചിട്ട് f(0) വാല്യൂ നമുക്കിവിടെ ഒരു 4 ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻ നൺ ഓഫ് ദീസ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് മീൻസ് ലിമിറ്റ് വാല്യൂ ഈക്വൽ ടു f(0). ഇനി നമ്മൾ ഫസ്റ്റ് ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ലിമിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡയറക്റ്റായിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കും. അതായത് എക്സിൻ്റെ പ്ലേസിൽ 0 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3 എനി നമ്പർ റൈസ് ടു 0 വാല്യൂ 1 ആണ്. അപ്പോൾ 3 അവിടെ 1 കിട്ടും. 1 - 1 0 ആവും. താഴെ sin 0 ആണ്. മൊത്തത്തിൽ 0/0 എന്നുള്ള ഫോം വരും. അപ്പോൾ അത് അൺഡിഫൈൻഡ് എന്നുള്ള ഫോമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ഇതൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിലോട്ട് ഞാൻ ഒരു x² ടേം ഇവിടെ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 1/x² ടേം. ഓക്കെ, അപ്പം നമുക്ക് ഒരു 3x - 1 ആണ് ന്യൂമറേറ്ററിൽ ഉണ്ടായിരുന്നത് ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ x² എന്ന് പറഞ്ഞ ടേമാണ് അഡീഷണലായിട്ട് ആഡ് ചെയ്തത്. അതുകൊണ്ട് ഡിനോമിനേറ്ററിൽ അതേ കണക്ക് 2x × x² ചെയ്ത്. ഇനി ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ഫോമുലാസാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് മെയിനായിട്ട് 3 ഫോമുലാസ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഫോമുല എന്ന് പറയുന്നത് ഈ ഫോമുലാസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റിൻ്റെതിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലാസാണ്. ഫസ്റ്റ് ഫോമുല ഇതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 a⁻x - 1/x. അതായത് ഒരു കോൺസ്റ്റൻറ്റ് പവർ x - 1 ബൈ ദാറ്റ് പവർ തന്നെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു log a ആണ്. ഇനി അടുത്ത് നമുക്കെല്ലാം അറിയാമെന്നുള്ള ലിമിറ്റ് എക്സ്റ്റെൻസ് 0 sin x/x = 1 ആണ്. പിന്നെ ലോഗിൻ്റെ ഒരു ഫോമുലയുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 log 1 + x/x = 1 എന്നുള്ളതാണ്. ഈ 3 ഫോമുലേസും നമുക്കിവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ a⁻x - 1/xൻ്റെ കേസിൽ ഇവിടെ എയുടെ സ്ഥാനത്ത് 3 ആണ്. അപ്പോൾ log എയുടെ സ്ഥാനത്ത് നമുക്ക് അവിടെ എന്ത് കിട്ടും? log 3 എന്ന് പറഞ്ഞ് കിട്ടും. log 3 ദ ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്ററിൽ ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 ആണ്. ഇതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ log 3 ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ
ബി ആണ്. ഓക്കെ, ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന ഓരോ ക്ലാസ്സസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.